ഞങ്ങളെ പിരിച്ചുവിടാൻ എന്തോന്ന് അധികാരം സാറേ? സുരേഷ് ഗോപിക്ക് മുന്നില് ആശുമാർ എണ്ണി ചോദിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ പ്രധാനമന്ത്രിയോട് അപേക്ഷിക്കാം, ഞാനിവിടുത്തെ ഒരു മന്ത്രിയാണ് എന്നൊക്കെ പറഞ്ഞ് ബബബ അടിക്കുന്ന ഒരു സുരേഷ് ഗോപിയെ നമുക്ക് കാണാൻ പറ്റും. തൽക്കാലം ഇപ്പോൾ എനിക്ക് ഇത് മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ് രണ്ട് പാട്ടും പാടിപ്പോകാൻ മാത്രമാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് സാധിക്കുന്നുള്ളൂ. അല്ലാത്ത പക്ഷം ആശമാരുടെ സമരത്തിന് പിന്തുണ നൽകുമ്പോൾ ഒരു കുറിപ്പിന്റെ ഉറപ്പ് എന്ന് പറയുന്ന ഒന്ന് നമുക്ക് കൊടുക്കാൻ പറ്റില്ലേ? അത് പറ്റുന്നില്ല സുരേഷ് ഗോപിക്ക്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ആശമാരുടെ സമരം തുടങ്ങിയപ്പോൾ മുതൽ കോൺഗ്രസുകാർ നേതാക്കന്മാർ ഈ സമരപന്തലിലുണ്ട്. ആദ്യം വി ഡി സതീശനും കുഴൽനാടനും രാഹുൽ മാങ്കൂട്ടലും ഒക്കെയാണ് പോയത്. എന്തിന്? വിവാദങ്ങൾ പുകയുന്ന നേരത്ത് പോലും ശശി തരൂർ അടക്കമുള്ളവർ സമരക്കാരോടൊപ്പം ചേർന്നുണ്ട്. ഇന്നിപ്പോൾ 20ാം ദിവസത്തിലേക്ക് ഈ സമരം കടക്കുകയാണ്. അവിടെയാണ് തരൂരിന് പിന്നാലെ സുരേഷ് ഗോപിയുടെ ആശമാരുമായിട്ടുള്ള പങ്കുചേരലും അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയും ഒക്കെ ആയിട്ട് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. മൊബൈലിൽ കേട്ടല്ല എങ്ങനെ അല്ല അവന്റെ മുഖ്യമന്ത്രിക്ക് അങ്ങനെയുള്ള പ്രഭാഷണം നിങ്ങളുടെ സമരത്തിന്റെ ആണെങ്കിൽ അത് മുഖ്യമന്ത്രിക്ക് മനസ്സിലാവും. ഞാൻ ഏതായാലും അദ്ദേഹത്തിന്റെ മുമ്പിൽ അങ്ങനെ ഒരു പ്രാർത്ഥന ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെക്കും. മൊബൈലും ഇതേ അവസ്ഥയിലായിരുന്നു തന്നെ പറയാം. അവരാണ് ഇവിടെ ഇരിക്കുന്നത്. പറഞ്ഞാൽ മതി, ആശയം എല്ലാവരോടും പറഞ്ഞാൽ മതി. അത് സംസ്ഥാന പ്രസിഡന്റ് സൗകര്യമായിട്ട് അവരെ കിട്ടിയതുകൊണ്ട് ഞാൻ അവരോടെല്ലാം പറഞ്ഞു. അതില് കൃത്യമായി മനസ്സിലാക്കിയ ആൾക്കാരോട് ഞാൻ സംസാരിച്ചതിന്റെ പൂർണ്ണ സ്വരൂപം നിങ്ങൾ മനസ്സിലാക്കി. നിങ്ങൾക്ക് ഇത് വാർഷിക ശമ്പളമാണ്. ഒരു വർഷം അവസാനിക്കുമ്പം ചെയ്ത പണിക്കുള്ള ശമ്പളം അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. നേരിട്ട് തരിക, അത് തരാൻ ഒരു മുതലാളിയെ ഇരുത്താതെ പഞ്ചായത്ത് തലത്തിൽ ഇടപാട് ചെയ്യരുത് എന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞു, പ്രധാനമന്ത്രിയോടും പറഞ്ഞു. കേന്ദ്രത്തിൽ നിന്ന് വരുന്ന വിഹിതം ഞങ്ങൾക്ക് ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് അങ്ങ് കർഷകർക്ക് കൊടുക്കുന്ന അതേ ഹൃദയ വൈകാരികതയോടെ ഞങ്ങൾക്ക് നേരിട്ട് ഞങ്ങളുടെ പേരുകളിലേക്ക് തന്നാൽ ആവശ്യമില്ല. പത്രക്കാരോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ കണ്ട പത്രക്കാരോട് അവിടെ കൊൽക്കത്തയിലും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ നല്ല മഴയാണ്. ആ മഴ അധികം കൊണ്ടുവരുന്നതാണ്. നമ്മുടെ ശാരീരിക അസുഖങ്ങളെല്ലാം കൂടി തുടങ്ങിയിട്ടുണ്ട്. 20 ദിവസം ഇനി വരെ ഞങ്ങളെ വിളിച്ച് ഇതൊന്ന് കേൾക്കാൻ പോകുന്നത്. ഞാനൊന്ന് മുഖ്യമന്ത്രിയോട് സംസാരിച്ചു. എനിക്കറിയത്തില്ല അവരുടെ രാഷ്ട്രീയം, അവരുടെ ഭരണം, ചില തീരുമാനങ്ങളുണ്ടാവും. എന്നാലും ഞാനൊന്ന് അറിയിച്ചിരുന്നോ? ഈ പാവപ്പെട്ടവർക്ക് നിങ്ങളെ ഒന്ന് കേൾക്കണം എന്ന് ഞാൻ അദ്ദേഹത്തോട് എനിക്ക് അതിൽ കൂടുതൽ ആവശ്യപ്പെടാൻ. ഇന്നലെ രാത്രിയിൽ വന്ന ഞങ്ങളെ പറഞ്ഞോട്ട് പുതിയ വോളണ്ടിയേഴ്സിനോട് 18 വർഷം കൊണ്ട് ഞാൻ പറയാം. ഞങ്ങളെ ഈ പാവപ്പെട്ടവരെ സാർ കണ്ടേ പറ്റുള്ളൂ. ഞങ്ങൾ സാറിന് 18 വർഷം കൊണ്ട് ജോലി ചെയ്യുന്നവരെ ഒരു നിമിഷം കൊണ്ട് പുറത്താക്കിയിട്ട് അടുത്തൊരാളെ ഞാൻ അദ്ദേഹത്തോട് ഞാൻ നിങ്ങളൊക്കെ കേൾക്കാൻ ഒരു സമയം കേന്ദ്രത്തിന്റെ പ്രോജക്റ്റാണ്. പിന്നെ ഈ സംസ്ഥാന ഗവൺമെന്റ് പിരിച്ചുവിടാൻ എന്തോന്ന് അധികാരമുണ്ട്? ഞങ്ങളൊക്കെ സമരം ചെയ്യാനാണ് പറയുന്നത് ഞങ്ങളോട്. ഞാനൊരു മന്ത്രിയാണ്.
സത്യപ്രതിജ്ഞാ വാചകം ഞാൻ അനുസരിക്കണമെങ്കിൽ ഞാൻ നിങ്ങളുടെ ഈ തീയിലേക്ക് എണ്ണ ഒഴിക്കുന്ന ആളാണ്. നമുക്കിതിന്റെ ജനാധിപത്യ സംവിധാനത്തിൽ എന്തൊക്കെ നിങ്ങൾക്ക് സാധകമായിട്ടുണ്ടോ അതെല്ലാം ഞാൻ പ്രധാനമന്ത്രിയെടുത്ത് സംസാരിക്കാം. എനിക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഇവിടെ എനിക്ക് അപേക്ഷകനെ ആവാനും മുഖ്യമന്ത്രിയെടുത്തും അദ്ദേഹത്തിന്റെ സർക്കാരിനോടും എനിക്ക് അപേക്ഷകനെ ആവാനും എന്താണ് പ്രേക്ഷിതൻ ആവാനും അതിനെ മയക്കുന്നില്ല, പ്രധാനമന്ത്രിയെ മയക്കുന്നില്ല. ഭയം ആർക്കും വേണ്ട, ആരെയും വേണ്ട. സംവിധാനത്തെ സ്ത്രീകളല്ലേ സാർ, ഞങ്ങൾ എന്തുമാത്രം ഇറങ്ങി വന്നിട്ടില്ല. ആരോഗ്യമന്ത്രി ഒരു വനിതയല്ലേ സാറേ, ഞങ്ങൾക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുള്ളതുണ്ട് സാറേ. 20 ദിവസം സ്ത്രീകളല്ലേ സാറേ, ഞങ്ങൾക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ട്. 20 ദിവസം കൊണ്ട് രാത്രി സമരം. എന്ത് സങ്കടമാണ്. കൂടുതലും ചോദിക്കുന്നില്ല, കൂടുതൽ ഞങ്ങൾ ചോദിക്കുന്നില്ല സാർ. നിങ്ങൾക്ക് അങ്ങനെ ഒരു നിങ്ങളെ മാറ്റിക്കൊണ്ട് പുതിയൊരു സംഘം വരുമ്പോ അതിൽ കേന്ദ്രത്തിന്റെ വിഹിതം നൽകണോ വേണ്ടയോ എന്നുള്ളത് പുനർചിന്തിക്കണമെന്ന് ഞാൻ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു. എനിക്കതേ പറ്റും, അതെനിക്ക് പറ്റും. നമ്മുടെ കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് ഇൻസെന്റീവ് കൂട്ടി തരാനുള്ള അല്ല, അതെല്ലാം പിന്നീടുള്ള കാര്യം. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ മാത്രം അങ്ങനെ ചിന്തിക്കരുത്. ഇത് ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളുടെയും യൂണിയൻ ടെറിട്ടറികളുടെയും ഇത്രയും പേർക്ക് അങ്ങനെ ഒരു കോർപ്പസ് നമ്മൾ കണ്ടെത്തുന്നതിനെ സംബന്ധിച്ച് ആലോചിച്ചിട്ടല്ലേ ചെയ്യാം. വിഷയമൊക്കെ വരും, അത് പിന്നീട് ഞങ്ങൾ വെറുങ്കയോട് പറഞ്ഞു വിടുക. വിരമിക്കൽ ആനുകൂല്യം വെറുങ്കയോടെ ഇന്ത്യ രാജ്യത്ത് ഈ രാജ്യത്ത് നമുക്കൊരു നിയമമുണ്ടല്ലോ സർ, 5 ലക്ഷം രൂപയാണ് നിങ്ങൾ ആവശ്യത്തിന് റേഷൻ കാർഡിൽ കൊടുക്കുന്നുണ്ട്. ഇതര സംസ്ഥാനങ്ങളിലെല്ലാം കൊടുത്തു കഴിഞ്ഞു 2020. ഈ 5 ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യമായി നിർബന്ധമായി ഒരു വർഷത്തോ 1-2 അല്ലെങ്കിൽ തീർച്ചയായും ന്യായമല്ലേ സർ. കേന്ദ്രം അധികം കൊടുത്ത 180 167 കോടിയുടെ കണക്ക് ഞാൻ കൊടുത്തയച്ചെന്ന് കിട്ടിയില്ല. വിരമിക്കൽ ആനുകൂല്യമായി 5 ലക്ഷം അതൊക്കെ കയ്യിൽ വെച്ചിരുന്നാണ്, അതൊന്നും നടക്കത്തില്ല. നടക്കുള്ള സമാധാനമുള്ള സാധാരണ നമുക്ക് എല്ലാ സമാധാനവും മുഖ്യമന്ത്രി മണിമുറ്റത്താവണിപ്പന്തൽ മേലാപ്പുപോലെ അണിയാരത്തമ്പിളിപ്പന്തൽ മണിമുറ്റത്താവണിപ്പന്തൽ മേലാപ്പുപോലെ അണിയാരത്തമ്പിളിപ്പന്തൽ മണവാട്ടി പെണ്ണൊഴുന്ന് മാമ്പൂമൈ പൂത്തിറന്ന് ഇന്നല്ലേ നിന്റെ കല്യാണം കണ്ണാടി കൊള്ളേ ഇന്നല്ലേ കല്യാണം മണിമുറ്റത്താവണിപ്പന്തൽ മേലാപ്പുപോലെ അണിയാരത്തമ്പിളിപ്പന്തൽ തട്ടാരം പോരില്ലേ കൈമാസപ്പാവ് താരം പൂവൽ കിനാവ് ചേലോടെ ചാത്താലോ ചെമ്മാനേല മൂവന്തി മുത്തേനി കർപ്പൂരമണിയണം മാണിക്കമൈനേനി കച്ചേരി പാടണം കല്യാണം കാണാൻ വരണം കണ്ണാടി മുല്ലേ കല്യാണം കാണാൻ വരണം മണിമുറ്റത്താവണിപ്പന്തൽ മേലാപ്പുപോലെ കണിയാരം തമ്പിളിപ്പന്തൽ
ചാത്താലോ ചെമ്മാനത്തേല മൂവന്തി മുത്തേനി മാണിക്യമൈനേ നീ കച്ചേരി പാടണം കല്യാണം കാണാൻ വരണം കണ്ണാടി മുല്ലേ കല്യാണം കാണാൻ വരണം മണിമുറ്റത്താവരിപ്പന്തൽ മേലാപ്പു പോലെ കണിയാരത്തമ്പിളിപ്പന്തൽ